ഹലോ ഹലോ. ഇത് കെട്ടിട ക്ഷേമനിധി ബോർഡല്ലേ? അതെ. മേഡം ഇന്നലെ വിളിച്ചപ്പോഴേ 5 എണ്ണം കൊടുക്കുന്നതാണ് പറഞ്ഞത്. ഞാൻ ഓൺലൈൻ ചാനലിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ 5 എണ്ണം കൊടുക്കുന്നതാണ് ഇന്നലെ പറഞ്ഞത്. പക്ഷെ ഒരെണ്ണം കിട്ടിയുള്ളല്ലോ എല്ലാവർക്കും. ഇവിടുന്ന് 5 മാസത്തെ പെൻഷൻ ചീഫ് ഓഫീസർ 14 ജില്ലകൾക്ക് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 5 മാസത്തേത് മാത്രമാണ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുള്ളത്. 18 മാസത്തെ കുടിശ്ശികയുള്ളപ്പോൾ അത് മുഴുവൻ നൽകും എന്നായിരുന്നു നേരത്തെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ 5 മാസത്തേതാണ് വിതരണം ആരംഭിച്ചിട്ടുള്ളത്. സംസ്ഥാന ക്ഷേമനിധി ഓഫീസിൽ നിന്നും ജില്ലാ തലങ്ങളിലേക്ക് അത് അയച്ച് അങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്. അത് പിന്നെ ഓരോ ഗുണഭോക്താവിനും ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നാണ് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും 5 മാസത്തെ തുക ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരം. പെൻഷൻ കാത്തിരിക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഗുണഭോക്താക്കളും അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കാത്തിരിക്കുന്നവരും സ്ത്രീ സുരക്ഷാ പെൻഷൻ ഏപ്രിൽ മാസത്തേത് കാത്തിരിക്കുന്നവരും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ ആദ്യത്തേത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ്റെ കാര്യം തന്നെയാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 5 മാസത്തെ അതായത് 18 മാസത്തെ കുടിശ്ശികയുണ്ടായിരിക്കെ മുഴുവൻ നൽകുമെന്ന് പറഞ്ഞിരുന്ന് പിന്നീട് ഇതിപ്പോൾ 5 മാസത്തേത് നൽകാൻ വേണ്ടിയിട്ടാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 5 മാസത്തെ തുക വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് സംസ്ഥാന കെട്ടിട നിർമ്മാണ ഭവനിൽ നിന്നും അറിഞ്ഞിട്ടുള്ള വിവരം. എല്ലാ ജില്ലാ തലങ്ങളിലേക്കും അത് അയച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ആ ഒരു തുക കൈമാറുന്നതാണ്. ഓരോ ഗഡുക്കളായിട്ടാണ് ആ ഒരു തുക വിതരണം ചെയ്യുക. അതായത് 1600-ൻ്റെ ഘട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ഒക്കെ 1600-ൻ്റെ 5 ഗഡുക്കളായിട്ടാണ് ലഭിക്കുക. അവർക്ക് പെൻഷൻ കൂട്ടിയിട്ടില്ല, 1600 തന്നെയാണുള്ളത്. 18 മാസത്തെ കുടിശ്ശികയാണുള്ളത്. 18 മാസത്തെ കുടിശ്ശിക പ്രകാരം ഓരോ ഗുണഭോക്താവിനും 30,000 രൂപക്ക് അടുത്ത് ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ 5 മാസത്തേത് 8,000 രൂപയുടെ വിതരണം മാത്രമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പല ആളുകൾക്കും തുക ലഭിച്ചിട്ടില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള വിശദാംശങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക. ഹലോ. ഹലോ. ഇത് കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡല്ലേ? അതെ. മേഡം ഇന്നലെ വിളിച്ചപ്പോഴേ 5 എണ്ണം കൊടുക്കുന്നതാണ് പറഞ്ഞത്. ഞാൻ ഓൺലൈൻ ചാനലിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ 5 എണ്ണം കൊടുക്കുന്നതാണ് ഇന്നലെ പറഞ്ഞത്. പക്ഷെ ഒരെണ്ണം കിട്ടിയുള്ളല്ലോ എല്ലാവർക്കും. ഇവിടുന്ന് 5 മാസത്തെ പെൻഷൻ ചീഫ് ഓഫീസർ 14 ജില്ലകൾക്ക് അയച്ചിട്ടുണ്ട്. അതാത് ജില്ലക്കാരാണ് പെൻഷൻകാർക്ക് കൊടുക്കേണ്ടത്. ഞങ്ങളല്ല ഇവിടുന്ന് പോയിട്ടുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ ചാനലില് കമന്റ് ബോക്സിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഓരോന്നും കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കമന്റ് ബോക്സ് വന്നിരിക്കുന്നത്. അത് നമുക്കറിയില്ലല്ലോ. ഇവിടുന്ന് പോണ കാര്യമില്ല നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അതാത് ജില്ലക്കാരല്ലേ അവർക്ക് അയക്കുന്നേ. ദിവസം താമസമാണോ ഉണ്ടോന്ന് നമുക്കറിയില്ല. ഇവിടുത്തെ കാര്യമില്ല എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കമന്റ് ബോക്സിൽ കയറിയിട്ടാണ് അവർ ചോദിക്കുന്നത്. ആൾക്കാർ നിങ്ങൾ എന്താ ആൾക്കാരെ കളിയാക്കണമെന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇന്ന് വിളിക്കാൻ കാരണം രാവിലെ തന്നെ. അതെ, ഇവിടെന്ന് അയച്ചിട്ടുണ്ടോന്ന് പറഞ്ഞു. അവിടെ എന്താണ് എഴുതി വരുന്നതിന് താമസം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇവിടെന്ന് അയച്ച കാര്യമേ എനിക്കറിയത്തുള്ളൂ. ഓക്കെ മാഡം. അപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള പെൻഷൻ്റെ കാര്യം ഇങ്ങനെയാണ്. അപ്പോൾ ആ തുക ലഭിച്ചിട്ടുള്ള ആളുകൾ, ഒന്നിൽ കൂടുതൽ തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഇനി സ്ത്രീ സുരക്ഷാ പെൻഷൻ 9-ാം തീയതിക്ക് മുമ്പ് ഒരു ഗഡു കൂടി വരും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 25 മുതൽ ആരംഭിക്കേണ്ടതായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് ജനങ്ങളുടെ കയ്യിൽ എത്തിച്ച് അത് ഒരു വോട്ട് ആക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം കൊണ്ടാണ് എന്നുള്ളതാണ്. ഇപ്പോൾ 25-ാം തീയതിക്കത്തെ വിതരണം മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും ഒരുമിച്ചായിരിക്കും ഇനി ലഭിക്കുക. അതായത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന ആളുകൾക്ക് 2000-ൻ്റെ 2 ഗഡുക്കളായിട്ട് ഈ 31-ാം തീയതി കയറാനാണ് സാധ്യത. ഇന്നലെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അതും അവർക്ക് ഉറപ്പ് പറയാനാകില്ല. പക്ഷേ ആ ഒരു തുക ലഭിക്കുന്നതാണ്. 9-ാം തീയതിക്ക് മുമ്പ് എന്തായാലും ഉറപ്പായിട്ടും 4,000 രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതാണ് എന്നുള്ളതാണ്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചാൽ കൃത്യമായിട്ട് വീണ്ടും നിങ്ങളെ അറിയിക്കുന്നതാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാൻ തീർന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.